ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴുത്ത പ്ലാവില കൊണ്ട് ഒരു ചായ ഉണ്ടാക്കുകയാണ്. അപ്പം അതിനായിട്ട് നമുക്ക് പഴുത്ത പ്ലാവില ഒരു 3-4 എണ്ണം പറിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഞെട്ട് എല്ലാം പിഴുതെടുത്ത് കളയണം. എന്നിട്ട് അത് വാഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ കുരുകുരുന്ന് പിച്ചി കീറിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടണം. ഇതിങ്ങനെ കുരുകുരാന്നാട്ടോ ഇടേണ്ടത്, എന്നാലല്ലേ വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുള്ളൂ. അപ്പം അങ്ങനെ പിച്ചി ചീന്തിയ ആ പ്ലാവിലേക്ക് നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ഗ്ലാസ്സാണ് എടുത്തേക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റൗ കത്തിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇത് വെച്ച് കൊടുത്ത് ഒന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ അതിൻ്റെ അകത്ത് കിടന്നാൽ. അപ്പം അത് തിളയ്ക്കാൻ വെച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ഏലക്കായും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ചതയ്ക്കണം. എന്നിട്ട് അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ആ ചതച്ച ഇഞ്ചിയും ഏലക്കായും ഒക്കെ നന്നായിട്ട് കിടന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുമേ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ കളറ് കണ്ടോ? നമ്മൾ ചായപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ടും ആ പ്ലാവിലയുടെ ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ഇത് കിടന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഈ കൊളസ്ട്രോളും പ്രമേഹവും ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. അപ്പം അവർ ഇത് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കുടിക്കണം കേട്ടോ. അപ്പം ഞാനിത് വിചാരിച്ചുകൊണ്ടിരുന്ന ഇത് ഈ പ്ലാവിലയുടെ ചൊവ്വയൊക്കെ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോഴാട്ടോ ശരിക്കും അതിൻ്റെ ഇത് വന്നത് എനിക്ക് മനസ്സിലായത്. അപ്പം ഇത് 2 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ്സിലേക്ക് വെള്ളം നമ്മൾ വറ്റിച്ചു തന്നെ 1 ഗ്ലാസ്സിൽ അങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ കളറ് കണ്ടോ? കളറ് പോലെ തന്നെ മണവും ഉണ്ട് കേട്ടോ ഇതിന്. അപ്പം ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കണം. ഇനി ഇതിന് വേണ്ടിയിട്ട് പ്രമേഹം ഉള്ളവർക്ക് മധുരം ഒഴിവാക്കാം. ഇനി മറ്റുള്ളവരാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്കാണെങ്കിൽ ഒരു 2 തുള്ളി തേൻ ഇട്ടിട്ട് ഇത് ഉപയോഗിക്കാം.